വടകര പാർലമെന്റ് മണ്ഡലത്തിൽ വളരെ വീറും വാശിയുമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഏപ്രിൽ 26-ന് ഇന്ത്യയിലൊട്ടാകെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇപ്പോൾ വടകരയുടെ പുതിയ ചിത്രം എന്താണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. വടകരയിൽ ചില പുതിയ ഡെവലപ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി MLA കൂടിയായിട്ടുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥി ശ്രീമതി KK ശൈലജ ടീച്ചർ അവർക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്നു, അവരുടെ വീഡിയോ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നു എന്ന നിലയിൽ അവർ പത്രസമ്മേളനം നടത്തിയിരുന്നു. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അതിന് പിന്നിൽ UDFന്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണ് എന്ന നിലയിൽ കൂടിയാണ് ഇടതുപക്ഷം ആരോപണം ഉന്നയിച്ചത്. അതൊരു കേവലം ഒരു ആരോപണമായിരുന്നില്ല. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ ചെറിയ രീതിയിലുള്ള കമന്റുകളും മറ്റു കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവാം. അതിനെ എങ്ങനെ വോട്ടാക്കി മാറ്റാം എന്ന് ഇടതുപക്ഷ ക്യാമ്പ് ആലോചിച്ചുറപ്പിച്ചാണ് അത്തരത്തിലൊരു പത്രസമ്മേളനം നടത്തിയിരുന്നത്. ആ പത്രസമ്മേളനം കാണുന്ന ആർക്കും മനസ്സിലാവും ഇതെങ്ങനെ തനിക്ക് വോട്ടാക്കി മാറ്റാം. അതിനുവേണ്ടിയുള്ള ശ്രമമായിരുന്നു. ഒരുപക്ഷെ ഒരു 18ാമത്തെ അടവ്. ഇടതുപക്ഷം ഇതിന് വലിയ മേൽക്കായ്മ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന, വടകരയിൽ വലിയ ജയസാധ്യതയുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ശ്രീമതി ശൈലജ ടീച്ചർക്കും ഇടതുപക്ഷത്തിനും അവസാന ലാപ്പിലേക്ക് പ്രചരണത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഒരു ആത്മവിശ്വാസ കുറവുണ്ടായോ എന്ന് കഴിഞ്ഞ പത്രസമ്മേളനം കാണുമ്പോൾ നമുക്ക് തോന്നി. അതുതന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയം പറഞ്ഞ് തന്നെ മത്സരിച്ച് വിജയിക്കാൻ ഇരുമുന്നണികൾക്കും സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ അവസാന ലാപ്പിലേക്ക് പോകുമ്പോൾ സിമ്പതി ഫാക്ടർ എന്തിനാണ് ഇടതുപക്ഷം പുറത്തെടുത്തത്? ഇടതുപക്ഷത്തിനെതിരെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ ആരെങ്കിലും അത്തരത്തിൽ വ്യാജ പ്രചരണങ്ങളോ മോർഫിംഗ് ഫോട്ടോകളോ കമന്റുകളോ നടത്തുന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കാം, ആവശ്യമായ നടപടി സ്വീകരിക്കാം. പക്ഷേ ഇത് ചെയ്യിപ്പിക്കുന്നത് UDF സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാണ് എന്ന് നിരന്തരമായി പറയുക വഴി UDF സ്ഥാനാർത്ഥിയെ പ്രതിരോധത്തിലാക്കുക, UDF സ്ഥാനാർത്ഥിക്ക് പോകാൻ സാധ്യതയുള്ള വോട്ടുകൾ, പ്രത്യേകിച്ച് വനിതകളുടെ വോട്ടുകൾ LDFിലേക്ക് കൊണ്ടുവരുന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇവിടെ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്തതായിരുന്നു അവരുടെ അന്നത്തെ പത്രസമ്മേളനം. അതിന് ഷാഫി പറമ്പിൽ പറഞ്ഞത്, ഇങ്ങനെ ഒരു കാര്യം ആളുകൾ ചെയ്യുമ്പോൾ അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് എനിക്കെന്ത് ഗുണം, എനിക്ക് കിട്ടാവുന്ന വോട്ടുകൾ കൂടി ഇല്ലാതാവാനുള്ള സാഹചര്യം ഉണ്ടാവുക. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. നമ്മളൊക്കെ അവർക്കെതിരെ ശൈലജ ടീച്ചർക്ക് അത്തരത്തിൽ പ്രചരിപ്പിക്കൽ, സൈബർ ഇടത്തിൽ അവർക്കെതിരെ അക്രമം നടത്തിയിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ നമുക്ക് തോന്നി എന്തിനാണ് അതിന്റെ കാര്യം? അത് UDFന് എന്തെങ്കിലും വിജയ സാധ്യത ഉണ്ടെങ്കിൽ അതില്ലാതാവാൻ ഉപകരിക്കും. സ്ഥാനാർത്ഥി തന്നെ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്കങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്കൊരു ഗുണമില്ല, ഞാൻ അങ്ങനെ ചെയ്താൽ തോൽക്കും, ഞാൻ അങ്ങനെ തോൽക്കും എന്നുള്ളിടത്ത് ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നാണ് ഷാഫി പറമ്പിൽ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ വീണ്ടും ശൈലജ ടീച്ചറുടെ പത്രസമ്മേളനം കാണാനായി അവർ പറയുന്നത് എൻ്റെ മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നത്. അവരെ ഇപ്പൊ മാറ്റി പറയും. അവരന്ന് പറഞ്ഞത് അവരുടെ അശ്ലീല വീഡിയോ വന്നു എന്ന രീതിയാണ് പത്രങ്ങൾ. അവർ പത്രസമ്മേളനം നടത്തിയിട്ട് അത് പറയുക മാത്രമല്ല, അത് സ്ഥാനാർത്ഥിയെ കൂടി ചേർത്തുകൊണ്ട് പറഞ്ഞ് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വോട്ട് നേടുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇടതുപക്ഷം പോയപ്പോൾ അതിനെ കൗണ്ടർ ചെയ്ത് UDF നേതാക്കൾ എല്ലാവരും അവരുടെ വനിതാ KK രമ ഉൾപ്പെടെയുള്ള, ഉമാ തോമസ് ഉൾപ്പെടെയുള്ള വനിതാ MLA ഉൾപ്പെടുത്തിയും പ്രതിപക്ഷ നേതാവും എല്ലാവരും വളരെ പെട്ടെന്ന് അതിനെതിരെ അറ്റാക്ക് ചെയ്തു. കാരണം ഇതൊരു രാഷ്ട്രീയമായ ഒരു സിമ്പതി ഫാക്ടർ ഉണ്ടാക്കി വിജയിക്കാനുള്ള അടവാണ് എന്ന് മനസ്സിലാക്കി UDF വളരെ പെട്ടെന്ന് അതിന് പ്രതികരിച്ചു. ഇന്നിപ്പോൾ ശൈലജ ടീച്ചർ തിരിച്ചു പറയുന്നു, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, എനിക്കെതിരെ കമന്റുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു മതപണ്ഡിതന്റെ പേര് ഹെഡറിൽ വെച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അന്ന് അവർ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് അങ്ങനെയായിരുന്നില്ല. മറ്റൊരു രീതിയിലേക്ക് അതിനെ കൊണ്ടുപോയി UDF സ്ഥാനാർത്ഥിയെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമം അവർ നടത്തി. സംഗതി അവിടെ ചില പ്രചരണങ്ങൾ നടന്നിട്ടുണ്ടാവാം, പക്ഷെ അതിനെ കൂടുതൽ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയിട്ട് എങ്ങനെ വോട്ടുകൾ തനിക്കൊപ്പം വോട്ടുകൾ കൊണ്ടുവരാം എന്ന ശ്രമം വരെ നടത്തി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കാരണം, ഒന്ന്, സംസ്ഥാന ഗവൺമെന്റിനെതിരെയുള്ള വികാരം. കൃത്യമായി ഈ TP ചന്ദ്രശേഖരന്റെ കൊലപാതകം നിലവിൽ ചർച്ച ചെയ്യപ്പെടുന്നു. പാനൂരിലെ ബോംബ് സ്ഫോടനം, അങ്ങനെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ഉണ്ടാകുമായിരുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കി ഷാഫി പറമ്പിലിന്റെ വരവോടുകൂടി വലിയ രീതിയിൽ UDF സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ച് ഒരു പരാജയ ഭീതി ഇടതുപക്ഷത്തിന് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വിഷയത്തെ ഡൈവേർട്ട് ചെയ്ത് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി സിമ്പതി ഫാക്ടർ ഉപയോഗിച്ച് വനിത എന്ന നിലയിലുള്ള സിമ്പതി ഫാക്ടർ എടുത്ത് വിജയിക്കാൻ കഴിയുമോ എന്ന് അവിടെ
ഇടതുപക്ഷം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ അവരത് മാറ്റി പറയുന്നുണ്ട്, അങ്ങനെ സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഏതായാലും ഇത്തരം കാര്യങ്ങൾ ജനാധിപത്യത്തിന് ഭൂഷണമല്ല. രാഷ്ട്രീയം പറഞ്ഞു തന്നെ ഇരു മുന്നണികൾക്കും വിജയിക്കാവുന്ന സാഹചര്യമുള്ള വടകരയിൽ ഇരു മുന്നണികളും രാഷ്ട്രീയം പറയട്ടെ. ആരെങ്കിലും വ്യക്തിത്വം നടത്തുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വനിത എന്ന കണ്ണോട് കൂടിയിട്ട് നടത്തുന്നുണ്ടെങ്കിൽ അതിനെ ശക്തമായി എതിർക്കുന്നു. എല്ലാ കാലത്തും എതിർക്കണം. അത് KK രമയ്ക്കെതിരെ ഉണ്ടായപ്പോഴും, ഉമാ തോമസിനെതിരെ ഉണ്ടായപ്പോഴും, മറ്റു വനിതാ നേതാക്കന്മാർക്ക് ഉണ്ടായപ്പോഴും, പുരുഷ നേതാക്കന്മാരായിട്ടുള്ളവരുടെ കുടുംബങ്ങൾക്ക്, അവരുടെ ഭാര്യമാർക്കും മക്കൾക്കും എതിരെയും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിലവിലുണ്ടായിട്ടുണ്ട്. അതിൽ CPM ആളുകൾ തന്നെ പലതും ഉണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കണോ, ഭരണഘടന നിലനിൽക്കണോ, ഇന്ത്യയിൽ മതേതരത്വം നിലനിൽക്കണോ, നമ്മൾ നാളിതുവരെ കൊണ്ടു നടന്ന നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ പരമ്പരാഗതമായ കാര്യങ്ങൾ, നമ്മുടെ മൂല്യങ്ങൾ, അതൊക്കെ നമുക്ക് നിലനിർത്തണോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ പ്രബുദ്ധമായ കേരളം, മലയാളികൾ, നമ്മൾ രാഷ്ട്രീയം ചർച്ച ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വടകരയിൽ തോൽവി ഭയം പൂണ്ട് ഇത്തരത്തിൽ വ്യക്തിഹത്യകൾ നടത്താൻ, ഒരു ഭാഗത്ത് തനിക്കെതിരെ വ്യക്തിഹത്യ നടത്തിയെന്ന് പറയുന്നു, അത് പറഞ്ഞുകൊണ്ട് എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്തുന്നു. ഷാഫി പറമ്പിലിനെയും വ്യക്തിഹത്യ നടത്തുന്നതിന് തുല്യമാണ് ഇപ്പോൾ പത്രസമ്മേളനം. പിന്നീട് അത് മറ്റൊരു തലത്തിൽ അതിനെ ആ പ്രചരണം തന്നെ അതൊരു വേറെ ഒരു മറ്റൊരു രീതിയിൽ അശ്ലീലം വീഡിയോ എന്ന നിലയിലേക്ക് അതിനെ കൊണ്ടുപോകുന്നു. അത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നു. ഇപ്പോൾ വേറെ രീതിയിലേക്ക് അത് വീണ്ടും പിന്നോക്ക് വരുന്നു. അപ്പം ഈ രീതിയിൽ അല്ല ഉണ്ടാവേണ്ടത്. വടകരയിൽ ഇടതുപക്ഷത്തിന് തോൽവി ഭയം ഉണ്ടായതുകൊണ്ടാണോ ഇത്തരത്തിൽ ഒരു പ്രചരണത്തിലേക്ക് ഇടതുപക്ഷം പോയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് നമുക്ക് ജൂൺ 4 വരെ കാത്തിരിക്കണം. നമുക്ക് കാത്തിരിക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.